ഹായ് മിച്ചവരെ, അപ്പോൾ നമുക്കിത് ഒരു അടിപൊളി നല്ലൊരു പായസം സെറ്റ് ചെയ്യാം. നല്ല അടിപൊളി ഒരു പാലട പായസം അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിനൊന്ന് റെഡിയാക്കാം. ഓക്കെ, നമ്മുടെ പാലട പായസം മിക്സ് ചെയ്തെടുത്തു. 300 ഗ്രാമാണ് കേട്ടോ. അത് മാത്രമല്ല നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാൻ വെറും 15 മിനിറ്റ് മതി. അപ്പോൾ ഇത് ഞാനതിൻ്റെ പാക്കറ്റൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കി. നല്ല അടിപൊളി പാക്കിങ് കാര്യങ്ങളൊക്കെയാണ്. അത് മാത്രമല്ല നമ്മളിന്ന് പുറത്ത് വിറകടുപ്പിലാണ് ഇന്ന് നമ്മളെ ഈ പാലട പായസം നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പുറത്ത് അടുപ്പിൽ തീയൊക്കെ കത്തിച്ചു. ചൂടുകെട്ടുള്ളൊരു പാത്രം വെച്ചു. അതിലേക്ക് നമ്മൾ പശുമ്പാൽ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ പച്ചമ്പരെ നമ്മളെ പാൽ ഏകദേശമൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുമ്പോൾ വേണം നമ്മളെ മിക്സിയിലിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ പാൽ ഏകദേശമൊക്കെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പാലട മിക്സ് പൊട്ടിച്ച് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പൊട്ടിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലെ കുഞ്ഞുമക്കൾക്കൊക്കെ പെട്ടെന്ന് അവരിതേപോലെ ഒന്ന് നിർബന്ധം പിടിക്കുമ്പോൾ ഇച്ചിരി പായസം കുടിക്കണമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ പാലട അല്ലെങ്കിൽ മറ്റ് ഏതായിരുന്നാലും ഇപ്പോൾ എല്ലാം ഇങ്ങനെ നമുക്ക് റെഡിമെയ്ഡായിട്ട് പാക്കിംഗ് ആയിട്ട് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഏത് ഐറ്റം വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ സെറ്റ് ചെയ്യാൻ കേട്ടോ. നമുക്ക് കുറച്ച് പാൽ മാത്രം നമ്മൾ സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മളെ ഐറ്റം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ കുറച്ച് പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള ഐറ്റംസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളെ ഈ പാലടയുടെ അടയും അതുപോലെ തന്നെ പഞ്ചസാര, പിന്നെ അതുപോലെ ഉണക്കമുന്തിരി, ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഏലക്കപ്പൊടിയും ഇങ്ങനെ ബാക്കിയുള്ള നമ്മൾ സാധാ നമ്മൾ സെപ്പറേറ്റ് മുൻപ് കാലങ്ങളിൽ ചേർത്തുകൊണ്ടിരുന്ന പോലെ തന്നെ ഇപ്പോൾ എല്ലാം കൂടെ ഇങ്ങനെ ഒരു പാക്കറ്റിലായിട്ട് നമുക്ക് കിട്ടുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സമയവും ലാഭം ആ ഒരു ഇതാണ് കേട്ടോ അവർ നോക്കുന്നത്. അങ്ങനെ നമ്മുടെ ഐറ്റമൊക്കെ ഏകദേശമൊക്കെ നന്നായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മച്ചാന്മാരെ, നിങ്ങളുടെ വീട്ടിൽ ജനസംഖ്യ കൂടുതലുണ്ടെങ്കിൽ, അതായത് ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി പാക്കറ്റ് കൂട്ടാം. ഇല്ല എങ്കിൽ നമ്മളിത് അധികം കട്ടിക്ക് എടുക്കാതെ കുറച്ച് പാലുമൊക്കെ കൂടുതൽ ഒഴിച്ച് നമുക്ക് ആ ഒരു പരുവത്തിനും എടുക്കാം. അപ്പം ഞാനൊരു മീഡിയം പരുവത്തിനാണ് എടുക്കുന്നത് കേട്ടോ. അതായത് തീരെ കട്ടിയായിട്ട് നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ മുൻപൊക്കെ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറേ കൂടെ കട്ടിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടെ നല്ല കട്ടിയാക്കി എടുത്തിട്ട് നമ്മൾ ബോളിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ നമ്മളിത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ അങ്ങനെയല്ല കേട്ടോ. ഇത് സാധാരണ നമുക്ക് എല്ലാവർക്കും ഫാമിലി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്, സിമ്പിളായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉണക്കമുന്തിരി എല്ലാം അതേപോലെ തന്നെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ എണ്ണയിൽ സാധാരണ നമ്മൾ നെയ്യിലൊക്കെ വറുത്തിടുന്നത് പോലെ അങ്ങനെ കയറി നല്ല ബോൾ ആ ഒരു രീതിയിലൊന്നും കിട്ടത്തില്ല. അത് ഈ സാധാ കിടക്കുന്നത് പോലെ തന്നെ ഒന്ന് വെന്ത് ജസ്റ്റ് ഒന്ന് കിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ പാലൂടെ, അതായത് രണ്ടാമത്തെ പാലെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ തേങ്ങാപ്പാലെന്ന് ഉദ്ദേശിക്കരുത്, പശുവും പാൽ തന്നെയാണ്. സാധാരണ നമ്മൾ തേങ്ങാപ്പാലിലാണ് ഫസ്റ്റ് പാല്, സെക്കൻഡ് പാൽ ഇങ്ങനെ നമ്മൾ പറഞ്ഞ് ഇങ്ങനെ ഒഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഐറ്റം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ കോരി നോക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാലൻസ് ചെയ്യുന്ന പാലൂടെ നമുക്കിതിൽ ഒഴിച്ച് ഒന്ന് നന്നായിട്ട് എടുക്കാം കേട്ടോ. നമ്മൾ അന്ന് ബോളിക്ക് ഉണ്ടാക്കിയത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആ ഒരു പരുവത്തിനായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ നമ്മൾ സാധാരണ നമുക്കല്ലാതെ കഴിക്കാനായതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കി പാലൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ഐറ്റം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ കൺമുമ്പിൽ തന്നെ ഐറ്റം നല്ല റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആകുമ്പോഴത്തേക്ക് നല്ല ഒരു മണം വരും കേട്ടോ. ഇപ്പോൾ ഇത് നല്ല തിളച്ച് നല്ല അടിപൊളി ഒരു പരുവത്തിനായിട്ടുണ്ട്. കളറൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഇതുപോലെ മിക്സൊക്കെ നേരത്തെ ഉണ്ടാക്കി ഇങ്ങനെ പാലടയൊക്കെ നേരത്തെ ഉണ്ടാക്കി കഴിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് പരുവവും ആ ഒരു കളറും എല്ലാം കാണുമ്പോൾ തന്നെ നല്ല മനസ്സിലാവും. നല്ല സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും മച്ചാന്മാരെ വീഡിയോയിൽ ഇതേപോലെ നിങ്ങൾ ചെയ്യാത്തവരാണെങ്കിൽ ഇതേപോലെ നിങ്ങൾ വീട്ടിൽ ഇതേപോലെ ഒരു ചെറിയ പാക്കറ്റ് വാങ്ങിച്ച് നിന്ന് സെറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഐറ്റം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും അടയിലൊക്കെ കളർ മാറിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പാലട പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് കഴിച്ച് നോക്കാം. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ, വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു കിടക്കാഴ്ച വീഡിയോ കാണാം. അതുവരെ ബൈ.